അങ്ങനെ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, അച്ഛനുണ്ട്, അനിയനുണ്ട്, ഏട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പുറത്ത് ഇവരിതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന് ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കേട്ടോ. നമ്മളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആരെങ്കിലും അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതികരിക്കും. പ്രതികരിച്ചതിൻ്റെ പേരിൽ പിന്നെ എന്തെങ്കിലും കുടുംബ പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനത്തവളായി ഇങ്ങനത്തവളായി ബാക്കി പ്രശ്നങ്ങളായി ഒക്കെ അതിൻ്റെ വഴിക്ക് പോകും കേട്ടോ. ഇനിയും ഒരാൾ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള ഒരു നോട്ടോ സംസാരം എനിക്ക് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റേതായ രീതിയിൽ ഞാൻ പ്രതികരിക്കും കേട്ടോ. അതിൻ്റെ പേരിൽ ഇതുപോലെ കോടതി കയറി നിൽക്കേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കയറി നിൽക്കും. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ. നമ്മളൊരാളെ പിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പോക്കാട്ടോ. വന്ദേ ഭാരത് ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിൽ കയറാൻ എൻ്റെ ആഗ്രഹമൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ദിവസം ഞാനും വന്ദേ ഭാരതിൽ പോകും കേട്ടോ. അവിടെ നിന്ന് ആളെ പിക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പാളയത്തേക്കാണ്. പാളയത്തെ ദോശ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ. പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇത് കഴിച്ചതിന് ശേഷം ഇവിടെ വന്ന് ദോശ കഴിക്കാമെന്ന് പറയുന്നതൊരു ശീലമായിട്ടുണ്ട് കേട്ടോ. എപ്പോഴല്ല, വല്ലപ്പോഴെങ്കിലൊക്കെ. അത് കഴിഞ്ഞ് പതിവ് പോലത്തെ ജ്യൂസും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് മറിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ ഞാൻ മാത്രമല്ല, കൂടെ ചുഞ്ചിരി ഉണ്ടായിരുന്നു കേട്ടോ.